പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. തോമസ് കോലത്ത്, തോമസ് പ്രാർത്ഥിക്കാമോ? കേൾക്കാം. സ്തോത്രമാകത്തിന്റെ പ്രത്യാശയാകുന്ന സ്വർഗീയപിതാവാ ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഈ നല്ല രാത്രിക്കായി തമ്പുരാനെ അങ്ങേക്ക് നന്ദി കരേറ്റതാവേ. ഹല്ലേലൂയ. കർത്താവേ, സൂം മീറ്റിംഗിൽ കൂടി കർത്താവേ ഞങ്ങൾ പല ഭാഗങ്ങളിൽ കർത്താവേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാണണം. സ്വർഗത്തിലെ അപ്പച്ചനോട് കരുണ കാണിച്ച കൃപയ്ക്കായി ദൈവമേ നന്ദിയോടെ സ്തുതി കർത്താവേ. ദാനിയേൽ പ്രവചനത്തിൽ കൂടി പഠിപ്പാൻ തൊക്കണം സ്വർഗത്തിലെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മകനെ അവിടുന്ന് ദൈവമായ കർത്താവ് ശക്തിയുടെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥന കർത്താവേ. തമ്പുരാന്റെ നാമത്തിൽ കർത്താവെ സന്തോഷം അനുഗ്രഹിച്ച പ്രാർത്ഥന കർത്താവേ. രാത്രികാലം ദൈവത്തിന്റെ കൃപയോട് കർത്താവെ നിന്നുകൊണ്ട് ഞങ്ങളോട് ദൈവജനത്തിനോട് പറയാൻ തൊക്കണം. കർത്താവോട് ശക്തിയുടെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥന കർത്താവേ. ഇന്ന് കർത്താവെ വന്നുകൂടിയിരിക്കുന്ന മക്കൾക്കായി ദൈവമേ നന്ദിയോടെ സ്തുതി കർത്താവേ. എന്റെ മക്കളെ അവിടുന്ന് ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച കാത്ത് പരിപാലിക്കണം എന്ന് പ്രാർത്ഥന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ. നേരത്തെ നിർവചനായി തമ്പുരാനെ നന്ദിയോടെ സ്തുതി കർത്താവേ. എന്റെ പ്രയാസങ്ങൾ രോഗങ്ങൾക്ക് ദൈവമായ കർത്താവ് കാണുന്നില്ല കർത്താവ്. കഴിഞ്ഞ രാത്രികാലമൊക്കെ തൊണ്ടയിൽ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് സ്വർഗത്തിലെ അപ്പച്ചനോട് വിടുവിച്ച് കാത്ത് പരിപാലിക്കുന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തുതി കർത്താവേ. രാത്രികാല സുഖത്തോടെ സന്തോഷത്തോടെ കാണുവാൻ തക്കണം ദൈവോട് മനസ്സറിഞ്ഞ കൃപയ്ക്ക് നന്ദിയോടെ സ്തുതി കർത്താവേ. അടിയനെ തമ്പുരാന്റെ കരങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥന കർത്താവേ. അടി കുറവുള്ളവരാണെങ്കിൽ കുറവുള്ള കിടക്കാതെ ദൈവമായ കർത്താവ് രാത്രികാലവും കാത്ത് പരിപാലിക്കുന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തുതി കർത്താവേ. യേശു അപ്പച്ച നന്ദി അപ്പച്ച. തമ്പുരാന്റെ സാന്നിധ്യം അതിയെന്നും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. യേശുവെ നന്ദി അപ്പച്ച. സ്തോത്രം. വചനം കേട്ട് കർത്താവെ ഞങ്ങളെ ചെന്ന് ചതിക്കുന്നതിനിടയാകാതെ ദൈവത്തിലൊന്നുകൂടി ആശ്രയിച്ച് ജീവിപ്പത് വേണം. സ്വർഗത്തിൽ ഞാൻ കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. തമ്പുരാനെ അടിയന്റെ പ്രാർത്ഥന എന്ന് കുറവ് ക്ഷമിക്കണേ. മാനവത്തിക്കണമേ. എല്ലാ മനുഷ്യനും നാം കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ബൈബിൾ പഠിക്കുവാൻ, പ്രത്യേകിച്ച് ദാനിയേലിന്റെ പുസ്തകം ഇന്ന് പഠിക്കുവാൻ കൂടി വരുവാൻ സഹായിച്ചല്ലോ. വിവിധ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിലെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പ്രിയ സന്തോഷ് കോട്ടുകുളഞ്ഞ് നമ്മളോട് ദൈവത്തിൽ നിന്ന് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഞാൻ സന്തോഷിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹ വന്ദനം. ദൈവത്തിന്റെ വലിയ കൃപയാൽ 2020 സെപ്റ്റംബർ മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ച നമുക്ക് പല ഭവനങ്ങളിൽ നിന്നായി, പല രാജ്യങ്ങളിൽ നിന്നായി സൂം പ്ലാറ്റ്ഫോം വഴി ദൈവവചനം പങ്കിടുവാനും അന്യോന്യ പ്രാർത്ഥനയിൽ ഓർക്കുവാനും തമ്പുരാൻ ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദി കരേറ്റുന്നു. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തുടർ വചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നാം കഴിഞ്ഞ തിങ്കളാഴ്ച ചിന്തിച്ച് അവസാനിപ്പിച്ചത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ ഭാഗത്തിന്റെ ചിന്തകൾ കൂടെയാണ് നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് തീച്ചൂളയിൽ കൂടെയുള്ള വിടുതൽ എന്നുള്ളതാണ്. അതിന്റെ 8 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് അതിന് ഉപോത്ബലകമായി നാം പഠിച്ചുകൊണ്ട്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നാം 17-18 വാക്യങ്ങളിൽ കൂടെ യഹൂദ പുരുഷന്മാരുടെ 7 മാർമിക വിശ്വാസ പ്രമാണമാണ് കണ്ട് ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഇടയായത്. ആ 7 മാർമിക വിശ്വാസ പ്രമാണങ്ങളുടെ അവസാനം നാം പങ്കിടുകയുണ്ടായി. ഏത് സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നാലും ദൈവത്തെ സേവിക്കുന്നവരും സ്നേഹിക്കുന്നവരും പിന്മാറരുത്. ദൈവസന്നിധിയിൽ ഉറപ്പോടും വിശ്വാസത്തോടും കൂടെ മുന്നേറണം. അതാണ് ഇവരുടെ മറുപടിയിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്ന ചിന്ത എന്ന് പറഞ്ഞാണ് നാം അവസാനിപ്പിച്ചത്. ഇന്ന് നാം ആ 2-ാമത്തെ പോയിന്റ് തന്നെ തുടർ വാക്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നാം ആരംഭിക്കുന്നത് 19-ാം വാക്യത്തിൽ നിന്നാണ്. വേഴ്സ് 19-ൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്
യഹൂദ പുരുഷന്മാരുടെ അപ്രതീക്ഷിതമായ മറുപടി രാജാവിനെ അസ്വസ്ഥനാക്കി. നാം 19-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത് രാജാവ് കോപം മുഴുത്ത് അവരുടെ നേരെ മുഖഭാവം മാറി എന്നാണ്. അപ്പോൾ അജയ്യനായ രാജാവ്, ബാബേൽ സാമ്രാജ്യത്തിന്റെ ഏകാധിപതി ഒരിക്കലും ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല. ആ മറുപടിയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ താൻ മറ്റുള്ളവരുടെ മുമ്പാകെ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കുടുംബക്കാരോ വീട്ടുകാരോ അല്ല, 120 സംസ്ഥാനത്തെ മെയിൻ ചീഫ് ഒഫീഷ്യൽസിന്റെ മുമ്പിൽ വെച്ചും ഈ ദൂരാ സമഭൂമിയിൽ കൂടിയിരിക്കുന്ന മറ്റ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചും ശരിക്കും പറഞ്ഞാൽ ഇൻസൾട്ടഡ് ആയി. അത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കോപത്തിന് വഴിതെളിച്ചു. അങ്ങനെ കോപം മുഴുത്തെന്നാണ് വേദപുസ്തക പദപ്രയോഗം തന്നെ. അവരുടെ നേരെ മുഖഭാവം മാറി. മുഖം എന്നതിന് അരാമ്യ പദമായ സെലം, SELEM, സെലം എന്നാണ് ഹീബ്രു ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെലം എന്ന പദത്തിന്റെ ആ നൗണിന്റെ ശരിക്കുമുള്ള അർത്ഥം എന്ന് പറയുന്നത് രൂപം, ബിംബം എന്നൊക്കെയാണ് അർത്ഥമായിരിക്കുന്നത്. അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ അരാമ്യ പദം അനുസരിച്ച് രാജാവിന്റെ മുഖഭാവം മാറി, കോപം മുഴുത്ത് തന്റെ ആ മുഖം, വേദപുസ്തക പഠിതാക്കള് ഞാൻ ചില പുസ്തകങ്ങൾ റെഫർ ചെയ്തപ്പോൾ കണ്ടത്, തന്റെ രാജാവിന്റെ മുഖഭാവം മാറി ആ ബിംബത്തിന് തുല്യമായ ഒരു വൈകൃതത്തിലേക്ക് വന്നു എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം അത്രമാത്രം താൻ കോപപരവശനായി. അപ്പൊ ആ പദപ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആ ഒറിജിൻ മീനിങ് നാം കണ്ടെത്തുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം തന്റെ മുഖഭാവം മാറി എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്റെ രൂപം മാറി, ഭാവം മാറി, ആ ഒരു ബിംബം കണക്കെ എന്ന് പറഞ്ഞാൽ, ബിംബം എന്ന് പറഞ്ഞാൽ മുഖം ബിംബം പോലെ ആയി എന്നുള്ള അർത്ഥത്തിലല്ല. അതിനെ ഇച്ചിലൂടെ നാം അപഗ്രഥിച്ച് പഠിച്ചാൽ, അതായത് ഒരു പൈശാചിക രൂപത്തിലേക്ക്, ദൈവഹിതമല്ലാത്ത എല്ലാ ദേവനെയും ദേവന്റെ പ്രതിമകളെയും ദൈവഹിതമല്ലാത്ത എല്ലാത്തിനെയും നാം വേദപുസ്തക പ്രകാരം പിശാചിന് ഈക്വലായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ ഒരു ദൈവിക ചിന്ത, മാനുഷിക ചിന്തയൊക്കെ വിട്ടിട്ട് ഇപ്പോൾ മറ്റൊരു രൂപഭാവത്തിലേക്ക് അദ്ദേഹം മാറിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം വായിക്കുന്നു 19-ാമത്തെ വാക്യത്തിൽ, ചൂളയുടെ പതിവ് ചൂടിനേക്കാൾ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കുവാൻ, വർദ്ധിപ്പിക്കുവാൻ രാജാവ് കൽപ്പന നൽകി. അപ്പോൾ അദ്ദേഹത്തിൽ കൂടെ ആ വ്യാപരിച്ച കോപത്തിന്റെ ഡെൻസിറ്റി എത്ര വലുതാണ് എന്ന് നമുക്ക് ഇതിനകത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 20-ാം വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, രാജാവ് കോപം മുഴുത്ത് കൽപ്പന കൊടുത്തു, എരിയുന്ന തീച്ചുളയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ. അത് കഴിഞ്ഞ് താൻ ചെയ്തത്, തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരെ, സൈന്യത്തിലെ തീർച്ചയായിട്ടും നമുക്കറിയാം ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാതെ ലോകത്തിൽ ഒരു സൈന്യത്തിലും ആരെയും എടുക്കാറില്ല. ഇപ്പോൾ നമുക്കറിയാം സുവിശേഷ വേലയിൽ അല്ലെ ബിഡിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോഴല്ല വർഷങ്ങളായിട്ട് തന്നെ ഈ മെഡിക്കൽ ഫിറ്റ്നസ് ഇവൻ സുവിശേഷ വേലയ്ക്ക് പോലും ഇന്നത്തെ സഭകൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഫിറ്റായിട്ടുള്ള ആൾക്കാരാണ് സൈന്യത്തിലുള്ളത്. എന്നാൽ രാജാവ് അതിലും മഹാബലവാന്മാരെ തിരഞ്ഞെടുത്ത് കുറച്ചുപേരെ ഈ തന്റെ ശിക്ഷാവിധി നടപ്പാക്കുവാനായി ഏൽപ്പിക്കുകയാണ്. ഈ പ്രത്യേക ശിക്ഷാവിധി നടപ്പാക്കുവാനായി
തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരെ തിരഞ്ഞെടുത്ത് ഏൽപ്പിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് മഹാബലവാന്മാരെ രാജാവ് തിരഞ്ഞെടുത്ത് ഈ 3 എബ്രായ പുരുഷന്മാരെ ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കുവാനായിട്ട് ഏൽപ്പിച്ചത്? ഞാൻ ചില കാരണങ്ങൾ ഈ ഭാഗത്തെ മുൻനിർത്തി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവിടുത്തെ പശ്ചാത്തലം നമുക്കറിയാം, ദൂര സമഭൂമിയുടെ പശ്ചാത്തലം. ഞാൻ ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ 120 സംസ്ഥാനത്തെ ചീഫ് ഒഫീഷ്യൽസ്, ജനങ്ങൾ, അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട രാജാവ് മുതലുള്ള എല്ലാ ആൾക്കാരുമുണ്ട്. അപ്പൊ അവരുടെ മുമ്പിൽ രാജകൽപ്പന പ്രമാണിച്ചേ മതിയാവും. അപ്പോൾ അതിന് സൈന്യത്തിലെ ഏറ്റവും ബലവാന്മാരായവരെ, അതും മഹാബലവാന്മാരെ ഈ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. 2, മറ്റുള്ളവർക്കും, കാരണം നമുക്കറിയാം, ആദ്യത്തെ വാക്യങ്ങൾ അറിയാം, ആരെങ്കിലും വംശക്കാർ, ഭാഷക്കാർ, ജാതീയരായിട്ട് ആരെങ്കിലും നമസ്കരിക്കാതിരുന്നാൽ, അപ്പോൾ ഇനിയും ഇത് ആവർത്തിക്കരുത്, മറ്റുള്ളവരുടെ മുമ്പാകെ മാതൃകാപരമായ ഒരു ശിക്ഷ നടപ്പാക്കണം എന്ന് രാജാവ് ഉള്ളത്തിൽ തീരുമാനിച്ചു. അതും ഈ മഹാബലവാന്മാരെ, കാരണം ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നവരെ രാജാവ് വിളിച്ച് ഏൽപ്പിച്ചു. അപ്പോൾ രാജാവ് ഈ ശിക്ഷണ നടപടിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവെന്ന് പുറം ലോകം അറിയുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം എന്നുള്ളത് മുൻനിർത്തി ഈ മഹാബലവാന്മാരെ ഈ നടപടി ഏൽപ്പിച്ചു. 3, ഒരു വിധത്തിലും ഈ എബ്രായ ബാലന്മാർ അല്ലെങ്കിൽ പുരുഷന്മാര് രക്ഷപ്പെടുവാൻ പാടില്ല. കാരണം രാജാവിന്റെ ഉള്ളിലുണ്ട് യഹൂദന്മാരെ കുറിച്ച്, യഹൂദന്മാരുടെ ദൈവത്തെ കുറിച്ച് ഒരു ധാരണയുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ സാധാരണ സൈനികരാണെങ്കിൽ പോലും രക്ഷപ്പെട്ടാൽ, ഒന്ന് വെട്ടിച്ച് ഓടിപ്പോയാൽ അത് ശരിയാവുകയില്ല. അപ്പോൾ മഹാബലവാന്മാരെ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ 3 ചെറുപ്പക്കാരെ അവരുടെ കൈകൾക്കുള്ളിൽ ഒതുക്കി നിർത്താം. ഒരു വിധത്തിലും ഇവർ ചാടി ഓടിപ്പോകുകയോ രക്ഷപ്പെടുകയോ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള മാജിക്കോ മന്ത്രമോ കാണിക്കുകയില്ല എന്നുള്ള മുൻധാരണ ഈ മഹാബലവാന്മാരെ തിരഞ്ഞെടുത്ത് ഇവരെ ഏൽപ്പിക്കുവാൻ കാരണമായി. 4ാമതും അവസാനവുമായിട്ട് രാജാവ്, നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ, ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്തി. അതിന്റെ മറുപടിയാണല്ലോ ഈ സഹോദരങ്ങൾ കൊടുത്തത്. അതായത് തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ കഴിവുള്ള ദേവൻ ഇല്ല എന്ന് തെളിയിക്കേണ്ടത് രാജാവിന്റെയും കൂടെ ആവശ്യമാണ്. കാരണം ഏതെങ്കിലും വിധത്തിൽ ഇവർ ഓടിപ്പോകുകയോ രക്ഷപ്പെടുകയോ ഒക്കെ ചെയ്താൽ രാജാവ് ഈ ജനം കേൾക്കെ അട്ടഹസിച്ച് ചോദിച്ചു, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിവുള്ള ദേവനാർ? അപ്പോൾ അത്ര സുരക്ഷിതമായി കൈകളിൽ എത്തിച്ച് തീച്ചൂളയ്ക്ക് അകത്തു വരെ രാജാവിന്റെ കണ്ണിലും കയ്യിലും കൽപ്പനയ്ക്കകത്തും ഒതുങ്ങി നിൽക്കണം എന്ന് രാജാവിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാബലവാന്മാരെ തന്നെ രാജാവ് നേരിട്ട് ഈ കുറ്റകൃത്യം നടത്തുവാനായിട്ട്, അല്ലെ ശിക്ഷണ നടപടി നടത്തുവാനായിട്ട് ഏൽപ്പിക്കുവാൻ കാരണമായത്. 21ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത് രാജകൽപ്പന നടപ്പാക്കുന്നു. ഈ മഹാബലവാന്മാർ ഇവരെ പിടിച്ചു കെട്ടുന്നു. പിടിച്ചു കെട്ടുന്നത് ഇവരെ കുറിച്ച് 21ാം വാക്യത്തിൽ പറയുന്നത് ഇവരുടെ 3 തരത്തിലുള്ള വസ്ത്രങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. 3 തരത്തിലുള്ള വസ്ത്രങ്ങളോടെ പറയുന്നുണ്ട്. ഒന്ന്, കാൽച്ചട്ട. കാൽച്ചട്ട എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് മനസ്സിലാകത്തില്ലെങ്കിലും ഒരു മീഡിയം റേഞ്ച് പോലുള്ള എല്ലാവർക്കും അറിയാം. കാൽച്ചട്ട എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്
വ്യക്തമായ മലയാള ഭാഷാന്തരം എന്ന് പറയുന്നത് നഗ്നത മറയ്ക്കുന്നത് അഥവാ കാലുറ എന്നാണ്. കാലുറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാൽച്ചട്ട എന്നാണ് പഴയ സാറന്മാർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത്, അധ്യാപകർ ഉൾപ്പെടെ. നിക്കർ മുട്ടുവരെയുള്ള നിക്കറിനെയാണ് കാൽച്ചട്ട എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ പരിഷ്കരിച്ച പതിപ്പാണല്ലോ ഇന്നത്തെ പാൻസ് എന്ന് പറയുന്ന നാം നിത്യേന ഉപയോഗിക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാൻസ്, അതാണ് കാൽച്ചട്ട എന്ന് പറയുന്നത്. 2, കുപ്പായം. കുപ്പായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ശരീരം മൊത്തത്തിൽ പൊതിയുന്നത്, പ്രത്യേകിച്ച് ഈ കാൽച്ചട്ടയ്ക്ക് മുകളിൽ ധരിക്കുന്ന ഷർട്ട്, ടീഷർട്ട് എന്നുള്ള ഒരു മൊത്തത്തിലുള്ള, പിന്നെ ഓരോ പശ്ചാത്തലം അനുസരിച്ച് തോപ് ധരിക്കുന്നത് പോലെയുള്ള മുഴുവൻ വസ്ത്രം, അതിനടിയിൽ ധരിക്കുന്ന നിക്കറും പുറത്ത് മൊത്തത്തിൽ ധരിക്കുന്ന ഒരു തോപ് പോലെയുള്ള മുഴുവൻ ഡ്രസ്സിനെയാണ് കുപ്പായം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തത്തിൽ മറയ്ക്കപ്പെടുന്നു. 3 അവിടെ പറയുന്നുണ്ട് മേലാട. മേലാട എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥാനവസ്ത്രമാണ്. ഈ 3 പേർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് കണ്ടതാണ്. ഈ ചില കൽദേർ വന്ന് പറഞ്ഞത് ഇവരുടെ പേരും ജോലിയും സ്ഥാനവും എല്ലാം ചേർത്താണ്. അപ്പോൾ 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു നിർത്തിയതുപോലെ ഇവർക്ക് രാജസ്ഥാനത്ത് ജോലി ലഭ്യമായപ്പോൾ അതിന്റെ സ്ഥാനവസ്ത്രമുണ്ട്. ഓരോ ജോലിക്കും ആ നിലയിൽ അതിന്റെ നമുക്ക് യൂണിഫോം എന്ന് വേണമെങ്കിൽ, ഇന്നത്തെ പരിഷ്കരിച്ച രൂപത്തിൽ അത് യൂണിഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. വാട്ടെവർ, അവരുടെ സ്ഥാനവസ്ത്രം. അപ്പം ഇതോട് കൂടിയാണ് ഇവരെ അവിടെ പറയുന്നുണ്ട് ബന്ധിച്ച്. ഇവരെ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് കൈ ബന്ധിക്കുന്നത് മാത്രമല്ല. ഞാൻ അതിനെക്കുറിച്ച് പല പുസ്തകങ്ങളും പല പഠനങ്ങളും ഞാൻ റെഫർ ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്, ബന്ധിക്കുക, അന്നത്തെ രാജഭരണം വെച്ച് ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ കൈ പുറകോട്ട് പിടിച്ച് ക്രോസായിട്ട് വെച്ച് കെട്ടും. കൈ തിരിച്ച് വെച്ച് കെട്ടിയിട്ട് അത് കഴുത്തു മുതൽ വരിഞ്ഞ് കാലിന്റെ പാദം വരെ കെട്ടും. അങ്ങനെയാണ്. അപ്പോൾ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ കൈ അങ്ങോട്ട് കെട്ടിയിട്ട് എടുത്തെറിഞ്ഞു, അങ്ങനെയല്ല. മുഴുവനും ശരീരം ഒരു സ്വാധീനവും ഇല്ലാത്ത വിധത്തിൽ, പ്രത്യേകിച്ച് രാജകൽപ്പന, പ്രധാനപ്പെട്ട ശിക്ഷണ നടപടി രാജാവ് നേരിട്ട് മഹാബലവാന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ നിലയിൽ ഇവരെ ബന്ധിച്ച് തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞതായിട്ടാണ് നാം 21-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. 22-ാം വാക്യത്തിൽ പ്രവേശിക്കുമ്പോൾ നമുക്കവിടെ കാണുന്നുണ്ട് രാജകൽപ്പന കർശനമാണ്. അത് നമ്മൾ കണ്ടു. മാത്രമല്ല ചൂള അത്യന്തം ചൂടുള്ളതാണ്. ഇത് രണ്ടും ഒരുപോലാണ്. ഓർക്കണം, രാജാവിന്റെ കോപവും രാജകൽപ്പനയും തീച്ചൂളയുടെ ചൂടും, ഇത് 3ഉം ഒരേ അനുപാതത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ഒപ്പം ജനങ്ങളുടെ ഉദ്വേഗം വർദ്ധിച്ചു നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ആ 22-ാം വാക്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഇവരെ കൊണ്ടുപോയ മഹാബലവാന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ആ ജ്വാല എന്നുള്ള പദം ദൈവമക്കൾ അടിവരയിട്ട് പഠിക്കണം. അഗ്നി അല്ല, അഗ്നിയുടെ ജ്വാലയാണ്. കാരണം വലിയ തീച്ചൂള കത്തുകയാണ്. അപ്പോൾ ഈ തീച്ചൂളയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള വാതിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭവനത്തിനകത്തിൽ തണുപ്പ് അകറ്റാനായിട്ട് ചെയ്യുന്ന ക്രമീകരണം നിങ്ങൾക്കറിയാം. അത് ഇലക്ട്രിക് വെച്ച് ചെയ്യുന്നതുണ്ട്, വിറക് വെച്ച് ചെയ്യുന്നുണ്ട്, പല വിധത്തിലുണ്ട്. അതിന് ഒരു പ്രത്യേക ഒരു ചെറിയൊരു കിളിക്കൂട് പോലോ
അല്ലെങ്കിൽ ഒരു ചെറിയ വാതില് പോലെ, ഒരു TV സ്ക്രീൻ പോലെയൊക്കെ ഏതെല്ലാം വിധത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് ശക്തനെന്ന് കാണിക്കുവാൻ പദ്ധതിയിട്ട് അത് എക്സിക്യൂട്ടീവ് ചെയ്തു വന്നാലും സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ അവയൊന്നും വിലപ്പോവുകയില്ല. അല്ലെ? ഈ മഹാബലവാന്മാരുടെ ബലമൊക്കെ സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു, തകർന്നു പോയി. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. തുടർന്ന് നാം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾക്ക് മൊത്തത്തിൽ ഒരു സബ് ഹെഡിങ് കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ആ സബ് ഹെഡിങ്
ദോഷരഹിതമായ തീച്ചൂള. 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ദോഷരഹിതമായ തീച്ചൂള. ഇനി 23, 24 വാക്യങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 23ഉം 24ഉം ആ തലക്കെട്ടിനകത്ത് നിന്നുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നു, 3 പേരും ബന്ധിക്കപ്പെട്ടവരായി തീച്ചൂളയിൽ വീണു. 3 പേരും വീണു, ബന്ധിക്കപ്പെട്ടവരായി വീണു. ഈ സമയത്ത് രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റു. അങ്ങനെയാണ് 23 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഓർക്കണം, തീച്ചൂളയുടെ ശക്തി പതിവിനേക്കാൾ 7 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. മഹാബലവാന്മാർ ദഹിച്ചത് അതിന് ഉത്തമ തെളിവാണ്. അപ്പോൾ രാജാവും ജനങ്ങളും എന്തു വിചാരിച്ചു? നോർമലായിട്ടും ധരിച്ചു മഹാബലവാന്മാർ തീജ്വാല അടിച്ച് പുറത്ത് വെച്ച് ദഹിച്ചെങ്കിൽ തീക്കകത്ത് വീണ ഈ 3 ചെറുപ്പക്കാർ, അതും അവരുടെ വസ്ത്രത്തോടു കൂടി, വളരെ പെട്ടെന്ന് തീ കയറുവാൻ സാധ്യതയുള്ള വസ്ത്രത്തോടു കൂടി വീണ ഇവർ എളുപ്പന്ന് ദഹിക്കും എന്ന് കരുതി. മാത്രമല്ല, തന്റെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കുകയാണ്. താൻ പണി കഴിപ്പിച്ച സ്വർണ്ണ ബിംബത്തിന്റെ പ്രതിഷ്ഠ. അതിനോട് ചേർന്ന് രാജ വിളംബരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജാവിന്റെ ഏറ്റവും ശക്തമായ ശിക്ഷണ നടപടിയും നടക്കുന്നു. ഇത് നടക്കുന്ന സമയത്താണ് രാജാവ് വളരെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അവിടെ എഴുതിയിരിക്കുന്നത് ഭ്രമിച്ചു എന്നാണ്. ഭ്രമം എന്ന് പറഞ്ഞാൽ തന്റെ സമചിത്തത പോയി, തന്റെ സമനില തെറ്റി എന്ന് വേണം പറയുവാൻ. ഓർക്കണം ദൈവമക്കളെ, ഒരു രാജാവിന്റെ സകല പദവിയോടും കൂടെ ഇരുന്ന രാജാവിന്റെ സമനില തെറ്റി. പക്ഷേ തീക്കുണ്ടത്തിനകത്ത് പോയ ദൈവമക്കൾക്ക് ഒരു സമനിലയും തെറ്റിയില്ല. ഇതാണ് ദൈവകൃപയുടെ പരിവേഷം എന്ന് പറയുന്നത്. അവർക്ക് തുടക്കം മുതൽ തന്നെ നല്ല ധൈര്യവും ഉറപ്പും ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ താൻ ഭ്രമിച്ച് ചാടി എഴുന്നേറ്റ് തന്റെ മന്ത്രിമാരോട് ചോദിച്ച് ഉറപ്പിക്കുകയാണ്. കാരണം താൻ ടോട്ടലി ഭ്രമിച്ച് കൺഫ്യൂസ്ഡ് ആയി എന്നുള്ള തെളിവാണ് വചനം നമുക്ക് നൽകുന്നത്. അവർ പറയുകയാണ്, 3 പേരെ തന്നെയോ നാം തീച്ചുളയിൽ ബന്ധിച്ചിട്ടത് എന്നാണ് 24 വാക്യത്തിൽ നാം കാണുന്നത്. 3 പേരെ തന്നെ അല്ലേ നാം ബന്ധിച്ച് തീച്ചുളയിലിട്ടത്? രാജാവിന്റെ ചിന്തകൾ മാറി. തന്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. തനിക്ക് ഭ്രമിച്ചുപോയി. ആ നിലയിലോട്ട് മാറി. അതിന് നാം കാണുന്നുണ്ട്, അവര് പറഞ്ഞു, അതെ സത്യം തന്നെ രാജാവേ. തുടർന്ന് നാം 25 വാക്യത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ രാജാവിന്റെ കാഴ്ച അതാണല്ലോ തന്നെ ഭ്രമിപ്പിച്ചതും തന്റെ ചിന്തകൾക്ക് കോട്ടം തട്ടി ഉറപ്പിക്കുവാൻ മന്ത്രിമാരോട് ചോദിച്ചതും. താൻ പറയാണ്, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. രാജാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ പറയാണ്, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. 4 പുരുഷന്മാർ. ഇവിടെ ഒരു പദം നമ്മൾ ശ്രദ്ധിക്കണം. കെട്ടഴിഞ്ഞെന്നാണ്, അല്ലാതെ കെട്ട് കരിഞ്ഞെന്നല്ല. പലപ്പോഴും ഞാൻ നിങ്ങളും ഒക്കെ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പറയുന്നത് ഇവരുടെ കെട്ട്, കയ്യേലെ കെട്ട് കത്തി ചാമ്പലായി രോമത്തിനൊന്നും പറ്റിയില്ലെന്നാ. പക്ഷെ ഞാൻ പഠിച്ച വേദപുസ്തകത്തിൽ കെട്ട് കരിഞ്ഞതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കെട്ട് അഴിഞ്ഞതായിട്ടാ നാം വായിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് കെട്ടഴിഞ്ഞ്, രാജാവ് അങ്ങനെ തന്നെയാ പ്രഖ്യാപിക്കുന്നത്, കെട്ടഴിഞ്ഞ് തീയിൽ കൂടി നടക്കുന്നതായിട്ട്. ഓർക്കണം, 3 പേരെ ഇട്ടു, 4 പേര് നടക്കുന്നു.
3 പേരുടെയും കെട്ടഴിഞ്ഞു, ഇവർ തീക്കകത്തിക്കൂടെ നടക്കുന്നു. എന്നിട്ട് ഇവിടെ രാജാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ രാജാവിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ അവസാനം ഞാൻ കാണുന്നു. അതൊരു സിംഗിൾ ഇൻവേർട്ടർ കോമായി നാം പഠിക്കണം. ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ ഓർക്കണം, ഞാൻ വീണ്ടും ആവർത്തിക്കുക, 120 സംസ്ഥാനത്തെ ചീഫ് ഒഫീഷ്യൽസ് ഇവരാരും കാണാത്ത ഒരു കാര്യം രാജാവ് മാത്രം കാണുകയാണ് എന്ന് വേണം വിശ്വസിക്കാൻ. ഓർക്കുക, രാജാവാ പറയുന്നത്. ഇനി രാജാവ് മാത്രമേ കണ്ടിട്ടുള്ളൂ. രാജാവ് പറയാണ് ഞാൻ കാണുന്നു. ഞാൻ അതിനെക്കുറിച്ച് 1-2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒന്നാമതായിട്ട് നാം നോക്കിയാൽ ബാക്കിയുള്ളവർ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഭയന്ന് പറയാത്തതാകാം. എന്താ കാര്യം? രാജാവിന്റെ കോപം മുഴുത്ത് മുഖഭാവം മാറി രാജകൽപ്പയും മഹാബലവാന്മാരെ ഒക്കെ വിളിച്ച് ഒരു ശിക്ഷണ നടപടി അവിടെ നടപ്പാക്കിയപ്പോൾ അവര് നല്ല സിമ്പിളായി, നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ രാജാവിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് അവരതിനകത്ത് കൂടെ ഓടിത്തുള്ളി നടക്കുന്നെന്ന് കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞ, ഒരുപക്ഷെ രാജാവ് സംഭവം സത്യമാണെങ്കിലും രാജാവ് ആദ്യം അവരെ പിടിച്ച് തീക്കകത്തോടെ എറിയാൻ കൽപ്പന കൊടുക്കുമായിരിക്കാം. അപ്പോൾ മറ്റുള്ളവർ ഒരു പക്ഷേ കണ്ടിട്ടും ഭയപ്പാടോടുകൂടി മിണ്ടാത്തതാകാം. രണ്ടാമത്തെ സാധ്യത ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ളവർ കണ്ടിട്ട് ആശ്ചര്യത്തോടെ സ്തബ്ധരായി നിൽക്കുക. കാരണം തീച്ചൂളയുടെ ജ്വാല കൊണ്ട് ദഹിച്ചതും കത്തിയതും കണ്ട് ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇവർ ഈ നിലയിൽ നടക്കുന്നുവെന്ന് രാജാവ് വിളിച്ചു പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുപക്ഷെ ആശ്ചര്യത്തോടെ നിശബ്ദരായി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, അത് തീക്കകത്തുള്ളവരുടെയും പുറത്തിരിക്കുന്നവരുടെയും എന്തായിരിക്കുമെന്ന് കരുതി ആകമാനം സ്റ്റാച്യു പോലെ ആയിരുന്നവർ ഒരുപക്ഷെ ആയിരിക്കാം. മൂന്നാമതായിട്ടുള്ള ഒരു സാധ്യതയുടെ പറയട്ടെ. ഈ മൂന്നാമത്തെ സാധ്യതയാണ് ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നതും വേദപുസ്തകത്തിന് സാധ്യതയുള്ളതും. ഈ മൂന്നിനും ഞാൻ വേദപുസ്തകത്തിന് വളരെ റെലവന്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഊഹിക്കുന്നതാണെങ്കിലും എടുക്കുള്ളൂ. ഇത് മൂന്നും തെളിയിക്കുവാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ മൂന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം തന്റെ പദ്ധതി അനുസരിച്ച് ഇത് രാജാവിനെ മാത്രമേ കാണിച്ചിട്ടുണ്ടാവുകയുള്ളൂ. അതെന്തുകൊണ്ടാണ് താഴോട്ടുള്ള പഠനത്തിൽ ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കി തെളിയിക്കാം. അപ്പോൾ ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് രാജാവിനെ മാത്രം കാണിച്ച ഒരു പ്രത്യേക ചിത്രമായിരിക്കാം നാലാമതൊരാളിനെ. അതുപോലെ തന്നെ അതിനകത്തേക്ക് ഇവർ നടക്കുന്നത് രാജാവിന്, കാരണം തീ അത്ര ശക്തമാണ്, രാജാവിന്റെ കണ്ണിന് അത്ര വലിയ കാഴ്ച കൊടുത്ത് ദൈവം അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണിപ്പിക്കുക. കാരണം ഈ എല്ലാരും കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ ദൈവം ആഗ്രഹിക്കുന്ന ഈ എബ്രായ ബാലന്മാര് ഉച്ചസ്ഥരം ഘോഷിച്ച ഒരു സാക്ഷ്യം നമ്മൾ കേട്ടുവായിരുന്നല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കുമെന്നുള്ള അത്ഭുത സാക്ഷ്യം. അത് ആ ദേശത്ത് ദൈവജനത്തിന് അനുകൂലമാക്കി വരണമെങ്കിൽ രാജാവ് കണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ആ രാജ്യത്ത് എന്ത് കൽപ്പന പുറപ്പെടുവിക്കുവാനും നടപ്പാക്കുവാനും കഴിവും പ്രാപ്തിയും ഉള്ളവൻ രാജാവാണ്. അപ്പൊ ബാക്കിയുള്ള നാട്ടുകാരെ മുഴുവൻ കണ്ടിട്ട് കാര്യമൊന്നുമില്ല, കാണേണ്ടവനെ സ്വർഗത്തിലെ ദൈവം കാണിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരുപക്ഷെ നമ്മുടെ ചില കാര്യങ്ങൾ ഇന്നാള് കണ്ടില്ല, ഇന്നാള് അറിഞ്ഞില്ല എന്നൊക്കെ പറയുമായിരിക്കും. സ്വർഗത്തിലെ ദൈവം അതിന് വ്യക്തമായി കാണിച്ച് അതിന് നടപടി എടുക്കേണ്ട ആളിനെ തമ്പുരാൻ കാണിച്ചോളും. അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് 3 സാധ്യതയാണ് ഞാൻ കാണുന്നു എന്ന് രാജാവ് പറഞ്ഞതിലൂടെ നമുക്ക് വേദപുസ്തക പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാവ് പറയുകയാണ് അവർക്ക് ഒരു കേടും
തട്ടിയിട്ടില്ല. രാജാവ് പറയുകയാണ്, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. ഇത് രാജാവിന്റെ സാക്ഷ്യമാണ്. ഇത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ രാജാവിന് വീണ്ടും കോപമുണ്ടാകാൻ സാധ്യതയുണ്ട്. രാജാവ് തന്നെ പറയാണ്, ഓർക്കുക, മഹാബലവാന്മാർ, സൈന്യത്തിലെ മഹാബലവാന്മാർ ജ്വാലയാൽ ദഹിച്ചു തീർന്നപ്പോൾ ഈ ദൈവപുരുഷന്മാർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല എന്ന് രണ്ട് കാര്യവും രാജാവിന്റെ കണ്ണാൽ കണ്ട് സാക്ഷിക്കുകയാണ്. തുടർന്ന് 25-ാം വാക്യത്തിൽ കൂടെ പോകുമ്പോൾ രാജാവ് പറയാണ്, നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. രാജാവ് പറയാം, നാലാമത്തവന്റെ രൂപം, 3 പേരെ പുള്ളിക്ക് അറിയാം, ഇവരുടെ പേരും അറിയാം. പക്ഷെ നാലാമത്തെ ഒരുവനെയും രാജാവിന് വളരെ പരിചിതമായിട്ടാണ് രാജാവ് പറയുന്നത്. ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. അപ്പം രാജാവോട് പറയുന്നത് വളരെ ഗൗരവത്തോടെ ഓർക്കുക. ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ആ ദൈവപുത്രൻ എന്നുള്ളതിനെ കുറിച്ചൊരു വിശദീകരണം ഇപ്പോൾ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്, ക്രിസ്റ്റോളജിയിലേക്ക് പോകും. ഞാൻ അതല്ല ആഗ്രഹിക്കുന്നത്. രാജാവ് ഒരു ദേവന്റെ എന്ന് പറഞ്ഞില്ല, തന്റെ ദേവന്മാരുടെ എന്ന് പറഞ്ഞില്ല, തന്റെ ബിംബത്തിൻ്റെതെന്ന് പറഞ്ഞില്ല. ഓർക്കണം, രാജാവിന്റെ നാവിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്തത് ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഓർക്കുക, രാജാവ് വേണേ പറയാമായിരുന്നു, ഓ എന്റെ ബിംബം ബാബിലോണിലെ ദേവന്മാർ ആണ്ട് അതിന് തുല്യമായി ഒരാൾ അതിനകത്ത് കൂടെ നടക്കുന്നു എന്നൊക്കെ വേണേ ഒരുപക്ഷെ വീമ്പിളക്കാമായിരുന്നു. ഇല്ല, ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. കാരണം പ്രവാചന പുസ്തകം നമ്മളെ യെശയ്യാവ് ഓർപ്പിക്കുന്ന പോലെ ദൈവത്തിന്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അതൊരു ജാതീയ രാജാവിൽ കൂടെ തന്നെ പുറത്തു വരുവാൻ നമുക്ക് ഇടയായിത്തീരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഈ ദൈവപുത്രന്റെ രൂപം ശരിക്കും രാജാവ് മാത്രമായിരിക്കാം കാണുവാൻ ഇടയായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അല്പം കൂടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് പുറകാലെ ആ ഭാഗത്തിന് ചേർന്ന പഠനത്തെ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു ചിത്രം, വലിയ സ്വർണ ബിംബം, 6 കൂടിച്ചേരൽ. നമ്മൾ കണ്ടതാണല്ലോ 6 കണക്കുകൾ, 6 കൂടിച്ചേരൽ, 120 സംസ്ഥാനത്തെ പ്രധാനികൾ, രാജകൽപ്പന, മഹാബലവാന്മാർ. അപ്പൊ ഇത്രയും ഒരു പൈശാചിക പോരാട്ടം 6 കൂട്ടത്തിനിടയ്ക്ക് 7 കടന്നു വന്നു. എന്താ നമുക്കറിയാം, തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിപ്പിച്ചു. അങ്ങനെ വായിക്കുന്നത്. അപ്പൊ 6 ഒരു കൂട്ടം, അവിടെ ഇരിക്കുന്ന എല്ലാം പിശാചിന്റെ പ്രതിരൂപങ്ങളും അതിന്റെ കണക്കുകളും ബിംബങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പദം 7 കടന്നു വന്നായിട്ട് കാണുന്നുണ്ട്. 6 കണക്കുകൾക്കിടയിൽ 7 വന്നു. ആ 7 എന്തിനു വേണ്ടിയാ വന്നത്? ദൈവദാസന്മാരെ ദണ്ഡിപ്പിക്കുവാൻ, ശിക്ഷിപ്പിക്കുവാൻ. എന്നാൽ നാം അതിനെ ആത്മീയമായിട്ടൊന്ന് നോക്കിയാൽ 7 വേദപുസ്തകത്തിലെ പൂർണ്ണ സംഖ്യകളിലെ പ്രധാനപ്പെട്ട അവസാന കണ്ണിയാണ് 7 എന്ന് പറയുന്നത്. ഞാൻ 7 ഒരു പരമ്പര പറയുന്നില്ല, അത് പറഞ്ഞാൽ സമയം പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ദിനം, ശാബത്ത് ദിനം, ആരാധനാ ദിനം. അപ്പോൾ ഈ 7 മടങ്ങ് വർദ്ധിപ്പിച്ചപ്പോൾ ഇതാ സ്വർഗത്തിലെ ദൈവത്തോടും ദൈവപുത്രനോടും ചേർന്ന് ഈ 3 സഹോദരന്മാർ അവർ അതിനകത്ത് ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം അവരെ കൊണ്ട് എത്തിക്കുകയാണ്. അപ്പൊ 6 ഒരു 7 അത് മാറി. അതായത് നമ്മൾ ഇച്ചിലൂടെ വിശദമായിട്ട് പഠിച്ചാൽ ഇവരെ എറിഞ്ഞപ്പോൾ, ഇവരെ അകത്തോട്ട് എറിഞ്ഞപ്പോൾ വീണത് തീക്കകത്ത് ഇറങ്ങി വന്ന ദൈവപുത്രന്റെ കരങ്ങളിലായിരിക്കാം. ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്.
ദൈവപുത്രന്റെ കരങ്ങളില, ഈ കുണ്ടത്തിനകത്തല്ല. കാരണം ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഇവർ അകത്ത് ചെല്ലുന്നതിന് മുമ്പേ ഈ ദൈവപുത്രൻ ഈക്കകത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇവര് അകത്തോട്ട് ചെന്നത് നല്ല ഒരു AC കൂളിംഗ് പോലുള്ള അനുഭവത്തിൽ ഇതാ ദൈവപുത്രന്റെ കരങ്ങളിലേക്കാണ്. ഞാൻ അങ്ങനോട് പറയാൻ കാരണം, ഇവിടെ നമ്മൾ വായിക്കുന്നു, നമ്മൾ മുമ്പേ പറഞ്ഞു, അവരുടെ കെട്ട് അഴിഞ്ഞു എന്നാണ്. കെട്ട് കരിഞ്ഞു എന്നല്ല, കെട്ടഴിഞ്ഞു. അതായത് കെട്ടില്ലാത്ത ഒരുവൻ തീക്കകത്തുണ്ടായിരുന്നു. ആ കെട്ടില്ലാത്തവൻ കെട്ടുള്ളവരുടെ കെട്ടിനെ അഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ചെന്ന് വീണാൽ, നമ്മളെ ഏത് വലിയ രാജാവും ഏത് വലിയ കൽപ്പനയും ഏതെല്ലാം മുഖഭാവം മാറിയാലും എത്ര വലിയ മഹാബലവാന്മാര് കെട്ടിയാലും തമ്പുരാന്റെ കരങ്ങളിൽ ചെന്ന് വീണാൽ നമ്മുടെ ഏത് കുരുക്കും അഴിയും, ഏത് കെട്ടും പൊട്ടും. ആർക്കും അഴിക്കാൻ പറ്റാത്തതും തമ്പുരാൻ അഴിക്കും. പക്ഷേ ഈ അകത്താണെങ്കിലും ദൈവപുത്രന്റെ കരങ്ങളിൽ തന്നെ വീഴണം. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഈ ദൈവപുത്രൻ കെട്ട് അഴിച്ചത് കൊണ്ടാണ് അവർ നടക്കുകയാ. അതിനകത്തിൽ കൂടെ റൗണ്ട് അടിച്ച് അവര് നടന്ന്, ഞാൻ അപ്പോസ്തല പ്രവൃത്തി കടമെടുത്ത് പറഞ്ഞാൽ അവർ നടന്നും ചാടിയും തുള്ളിയും ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ 3 പേരും കൂടെ, ഞാൻ ചിന്തിക്കുന്ന 3 പേരും കൂടെ നടുക്കി ദൈവപുത്രനെ നിർത്തിയേച്ചേ ഇവര് കരം പിടിച്ച്, നമ്മൾ നല്ലതായിട്ട് എഴുന്നേറ്റ് ചെയ്യുന്ന ആരാധിക്കത്തില്ലേ, അതുപോലെ കരം കോർത്ത് പിടിച്ച് ആരാധിക്കുന്നതാണ് ഈ രാജാവ് പുറത്ത് കണ്ടത്. അപ്പൊ അത്രയൊരു തീക്കുണ്ടത്തിനകം ഒരു ആരാധനയുടെ 7 മടങ്ങ് വർദ്ധിപ്പിച്ച 7ന്റെ വിശുദ്ധ ദിനമാക്കി അവരെ സ്വർഗത്തിലെ ദൈവം മാറ്റുകയാണ്. അപ്പം ഇവർ ഒരു ശിക്ഷണത്തിന് വേണ്ടി തീക്കകത്ത് എറിഞ്ഞെങ്കിൽ അതിനകത്ത് കരങ്ങളിൽ താങ്ങി ഇവരുടെ കെട്ടിനെ അഴിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. ഇതിന് ഞാൻ ഒരു തെളിവൂടെ വേദപുസ്തകത്തിൽ നിന്ന് വാക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക, ആ ഭാവം വിടുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ യോനാ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ 2-ാം അധ്യായം യോനാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ വ്യക്തമായ പ്രമേയം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യോനയെ വിഴുങ്ങുവാൻ ഒരു മഹാമത്സ്യത്തെ ദൈവം കൽപ്പിച്ചാക്കിയെന്നാണ്. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ കാണുകയും പഠിക്കുകയും ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നു, കൽപ്പിച്ച മത്സ്യം ഈ കപ്പലിന് പ്രയാസം വന്നപ്പോൾ മുതൽ കപ്പലിനോട് ചേർന്ന് മത്സ്യം ഇങ്ങനെ പോകുകയാണ്. എപ്പോഴാണ് യോന വീഴുന്നതെന്ന് അറിയത്തില്ല. കാരണം യോന കടലിലോട്ട് വീണാൽ പല മത്സ്യങ്ങള് വെട്ടി വീഴുന്നു. ഈ കൽപ്പിച്ച മത്സ്യത്തിന്, ഞാൻ പറയുന്ന ആന്തരിക അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൽപ്പിച്ച മത്സ്യത്തിന്റെ ദഹന പ്രക്രിയയെ സ്വർഗം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? പക്ഷേ കടലിലെ എല്ലാ മത്സ്യത്തിന്റെയും ദഹന പ്രക്രിയയെ തൊട്ടിട്ടില്ല ദൈവം. അപ്പോൾ ഒറ്റ ഒരെണ്ണത്തിനെ തൊട്ടിട്ടുണ്ട്, അത് ഇതിന്റെ കൂടെ നിൽക്കുകയാണ്. വചനം നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവനെ കടലിലോട്ട് എറിഞ്ഞപ്പോൾ എറിഞ്ഞവർക്ക് കടലിൽ എറിഞ്ഞെന്നാ തോന്നിയത്. ഞാൻ പറയുന്നത് എന്നോടൊപ്പം യാത്ര ചെയ്യണം. എറിഞ്ഞവർക്ക് കടലിലാ, പക്ഷെ വീണത് എവിടെയെന്നറിയാമോ? ഹല്ലേലൂയ, മഹാമത്സ്യത്തിന്റെ വായിലാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവൻ ആ ഫിഷ് ബെല്ലിക്ക് അകത്തിരുന്നുകൊണ്ട് 3 രാവും 3 രാവിലും ഈ മനുഷ്യൻ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടില്ല. ദൈവത്തിന്റെ വലിയ പരിപാടിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ദിദ്രഹ്മപ്പണവുമായിട്ട് ഒരു മീൻ, പത്രോസിന്റെ ഫിഷ് ഗലീല കടലിൽ കൂടെ റോക്കറ്റ് പോലെ പോയി, അല്ലേ? വേറെ എത്ര ചൂണ്ടയുണ്ട്, എത്ര വലയുണ്ട്. ഈ വിശുനാട്ടിൽ പോയിട്ടുള്ളവർക്കറിയാം, ഗലീല നാടിന്റെ ചുറ്റും എത്ര വല വീശുന്നു. പക്ഷേ ഒരു വലയിലാട്ടെ, ഒരു ചൂണ്ടയിലാട്ടെ, ഒരു മറ്റുള്ള ഒടക്ക് വലയോ അല്ലെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തുമായിക്കൊള്ളട്ടെ, എങ്ങും വീഴാതെ എക്സാക്ട്ലി പത്രോസിന്റെ ചൂണ്ടയിൽ വന്ന് പത്തി. എന്നിട്ടാണ് പത്രോസിന് യേശുവിന് വേണ്ടി കഫർന്നഹൂമിൽ വെച്ച്
കരം കൊടുക്കുവാനിടയായത്. ഇത് രാത്രി വചനത്തിന്റെ മർമ്മം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം. വചനം പറയുന്നു, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് എനിക്ക് കരുണ തോന്നും. അപ്പോൾ ഞാൻ പോകട്ടെ, അങ്ങനെ പറഞ്ഞാൽ മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നു പോകും. ഇതാ പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഈ ദൈവപുത്രൻ ഈ കുണ്ടത്തിനകത്ത് തീയുടെ ബലത്തെ കെടുത്തിക്കൊണ്ട് ഇവരെ കരങ്ങളിൽ സ്വീകരിച്ച് ബന്ധനത്തെ അയച്ചു. ഒരു വിധത്തിൽ ഞാൻ ഇങ്ങനെ പറയുവാൻ ആ ഭാഗത്തു നിന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവദാസന്മാരുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന് മറുപടി കേട്ട് രാജാവിന്റെ കോപം മുഴുത്ത് മുഖഭാവം മാറിയപ്പോൾ സ്വർഗത്തിലെ ദൈവം പുതിയ രൂപമാക്കി തന്റെ പുത്രനെ തീക്കുണ്ടത്തിൽ അയച്ചു. അപ്പൊ നമുക്കെതിരെ ആരൊക്കെ മുഖഭാവം മാറ്റുന്നുണ്ട്, പ്രതികൂലത്തിലോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് തമ്പുരാൻ അറിയാം. അതനുസരിച്ച് ഓൺ ടൈമിൽ ഓൺ പ്ലേസിൽ അവിടെ തന്റെ ദൂതന്മാരെ അയക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഓർക്കുക, ഇരുമ്പിനെ ഉരിക്കുന്ന തീച്ചൂളക്കകത്ത് ഇളം വെയിലിൽ കൂടെ നടക്കുന്ന ലാഘവത്തോടെ വളരെ അനായാസമായി നടക്കുന്നതും അവർ കെട്ടഴിഞ്ഞതും രാജാവിന്റെ ചിന്തകളെ ഭ്രമിപ്പിക്കുകയും രാജാവ് എന്ത് കണ്ടുവോ താൻ ചെയ്തതിന് വിപരീതമായി നടന്നു എന്നുള്ളത് ഉറപ്പാക്കുവാൻ മന്ത്രിമാരോട് ചോദിക്കുകയും അതിൽ കൂടെ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയായിരുന്നു ഈ ദോഷരഹിതമായ തീച്ചൂള എന്ന് പറയുന്നത്. 26-ാം വാക്യത്തിലോട്ട് നാം പ്രവേശിക്കുകയാണ്. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ അടുത്തു ചെന്നു എന്നാണ് 26-ാം വാക്യം നാം കാണുന്നത്. തീച്ചൂളയുടെ അടുത്ത് ചെന്നു. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഒരു പ്രത്യേക തരത്തിലുള്ള വാതിലുണ്ടാവാം. അവിടെ ചെന്ന് നിന്നുകൊണ്ടാണ് വിളിക്കുന്നതും പറയുന്നത്. കാരണം ഓർപ്പിച്ചല്ലോ, തീച്ചൂള എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ശിക്ഷണ നടപടിയാണ്. അപ്പോൾ അതിന് പ്രത്യേക സജ്ജീകരണങ്ങളുണ്ട്. നമ്മൾ നാട്ടിലോ അല്ലെ നമ്മുടെ മനസ്സിലോ ഉള്ള 4 വശത്തൂടെയും അല്ലെ ഒരു ക്യാമ്പ് ഫയറിനൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, ക്യാമ്പ് ഫയർ പോലെ 4 വശവും ഓപ്പൺ എന്നുള്ള നിലയിൽ ആയിരിക്കുകയില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക വാതിലിന്റെ അടുക്കലോട്ട് രാജാവ് അടുത്തു ചെന്നു. ഒരു കാര്യം ഞാൻ ഇവിടെ ചേർത്ത് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പോഴും രാജാവ് ഭ്രമിച്ച് എഴുന്നേറ്റ് ചോദ്യം ചോദിച്ച് 26-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് തീച്ചൂളയുടെ അടുക്കൽ വാതിൽക്കൽ ചെന്നപ്പോഴും 7 മടങ്ങ് ശക്തിയോടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വചനപ്രകാരം ഞാൻ പറയുന്നതോട് ചേർന്ന് യാത്ര ചെയ്യണം. വചനത്തിൽ എഴുതിയിരിക്കുന്നു, രാജാവ് അടുത്തു ചെന്നു. ഓർക്കുക, മഹാബലവാന്മാർ അടുത്തു ചെന്നില്ല, എറിയാനായിട്ട് അവിടെ വരെ ചെന്നിട്ടേ ഉള്ളൂ. അവർ ദഹിച്ചു പോയി. പക്ഷേ വാതിലിന് അടുത്ത് ചെന്ന നെബൂഖദ്നേസറിന് ഒന്നും പറ്റിയില്ല. എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിന്റെ പരിപാടി. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവം ഈ നെബൂഖദ്നേസറിനെ മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളൂ. നെബൂഖദ്നേസർ ഇപ്പോൾ ദൈവ കൃപയ്ക്കകത്താണ്. അതുകൊണ്ടാണ് നെബൂഖദ്നേസറിന്റെ വായിൽ ബിംബത്തെയോ ദേവനെയോ ദേവന്മാരെയോ ബാബിലോണിലെ മറ്റ് പ്രതിമകളെയോ ഒന്നും വരാതെ ദൈവപുത്രൻ എന്ന് വരുവാനിടയായത്. അതിന്റെ ഒരു കാരണം കൂടെ പറയാതെ വീണ്ടും വിവരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. രാജാവ് തീച്ചൂളയ്ക്ക് അടുത്ത് ചെന്നിട്ടും രാജാവിനൊന്നും പറ്റിയില്ല. പക്ഷെ മഹാബലവാന്മാര് കത്തിപ്പോയി. ഓർക്കുക ദൈവത്തിന്റെ പരിപാടി. കാരണം ഈ രാജാവിനെ ദൈവത്തിന് കത്തിക്കാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. രാജാവ്, ഞാൻ ഓർപ്പിച്ചല്ലോ, ജീവനോടെ ഉണ്ട്. രാജാവ് തന്നെ ഇത് വെരിഫൈ ചെയ്തെങ്കിലേ ദൈവനാമം ഉയരുകയുള്ളൂ. അവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ രാജാവ് കാര്യങ്ങൾ
ക്ലിയർ ആയിട്ട് വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി ദൈവം രാജാവിന് ഒരു കുഴപ്പവും വരാതെ കാത്തു എന്ന് വേണം നമുക്ക് ആ ഭാഗത്തു നിന്ന് പഠിക്കുവാൻ ഇടയാക്കുന്നത്. നാം തുടർന്ന് വായിക്കുന്നുണ്ട്, തീയിൽ ഇടുവാൻ ശക്തമായ കർശനമായ കൽപ്പന പുറപ്പെടുവിച്ച അതേ രാജാവ് തന്നെ തീയിൽ നിന്ന് പുറത്തു വരുവാൻ കൽപ്പിച്ചു എന്നാണ് 26-ാം വാക്യത്തിൽ കാണുന്നത്. ഒന്ന് ഓർത്തു നോക്കാട്ടെ, ഏത് രാജാവ് ഈ ദൈവദാസന്മാരെ തീക്കകത്തിടുവാൻ കൽപ്പന പുറപ്പെടുവിച്ചോ അതേ രാജാവിന്റെ നാവ് കൊണ്ട് സ്വർഗത്തിലെ ദൈവം അവരെ തിരിച്ചു വിളിപ്പിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഒരു ഒറ്റ വാക്കി പറഞ്ഞാൽ, നിന്ദിക്കുന്നവരെ കൊണ്ട് വന്നിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ദൈവനെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നാം ഈ നിലയിലൊക്കെ കടന്നു പോയേക്കാം. പക്ഷേ തീച്ചൂളയ്ക്കകത്ത് നമ്മളെ വന്നിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പോകട്ടെ, നാം തുടർന്ന് വായിക്കുന്നുണ്ട്, രാജാവ് ഇവരെ സംബോധന ചെയ്യുന്നത് ഒന്ന് കേട്ടാട്ടെ. രാജാവിനെ സംബോധന ചെയ്യാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കേ മേശക്കേ അബേദ്നെഗോവേ എന്നാണ് പറയുന്നത്. എന്താണ് സംബോധന? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ. അതിനു മുമ്പേ എന്നാ പറഞ്ഞത്? അതിനു മുമ്പേ പറഞ്ഞു, ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്റെ ദേവന്മാരെയും സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്ന ആ പുള്ളിയാണ് പറഞ്ഞത് ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ഇപ്പൊ പറയുന്നു അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ. ഞാൻ വീണ്ടും പറയട്ടെ, ഇങ്ങനെ പറയാൻ ഒരു കാരണം കൂടെയുണ്ട്. 17-ാം വാക്യം നമ്മൾ വിശദമായി പഠിച്ചതാണ്. 17-ാം വാക്യത്തിൽ അവർ പറഞ്ഞ മറുപടി രാജാവ് ഈ സമയത്ത് ഓർത്തു കാണും. അവരെന്തുവാ പറഞ്ഞത്? ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും. രാജാവ് ഞെട്ടിക്കൊണ്ട് കേട്ട ഒരു വാർത്തയായിരുന്നത്. അതാണല്ലോ 18-ാം വാക്യം മുതൽ രാജാവിന്റെ പ്രത്യാഘാതം ഉണ്ടായത്. അപ്പോൾ രാജാവിന്റെ ഉള്ളിൽ ഈ ചിന്ത വന്നു, ശരിയാണ്, ഇവർ പറഞ്ഞ ഒരു ദൈവം, ഇവർ സേവിക്കുന്ന ഒരു ദൈവം, ഇസ്രായേലിന്റെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് പറയുകയാണ് രാജാവ് പറയുക. അതാണ് 4-ാമത്തെ ആൾ ദൈവപുത്രനോട് സദൃശ്യം എന്ന് പറയുവാൻ ഇടയായത്. അപ്പോൾ ഓർക്കുക, ഒരു ജാതീയ രാജാവിന്റെ ഹൃദയത്തെയും ചിന്തകളെയും അവന്റെ വിശ്വാസത്തെ പോലും കോട്ടിമാട്ടി സ്വർഗത്തിലെ ദൈവം തന്റെ നാമത്തെ ഉയർത്തുവാൻ ഈ ദാസന്മാരെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, അവർ പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോൾ രാജാവിന് മനസ്സിലായി. രാജാവിന്റെ നാവിൽ നിന്ന് ഇവരെ സംബോധന ചെയ്യുകയാണ് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. ഓർക്കണം, ഉന്നതനായ ദൈവം എന്നല്ല, അത്യുന്നതൻ. അതിന് മുകളിൽ ഇനി ഒരാളില്ല എന്ന് ഒരു ജാതീയ രാജാവിന്റെ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്നെ ഇവിടെ നോവിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞു പോകട്ടെ. എനിക്കും നിങ്ങൾക്കും ക്രിസ്തീയ പാരമ്പര്യം പറയാൻ ഒത്തിരിയുണ്ട്. ജനിച്ച കാലം മുതലും സഭയുടെ ഉത്ഭവം മുതലും അല്ലെ, പലർക്കും സഭയുടെ നാഥനായ ക്രിസ്തുവിനെക്കാട്ടിലും അവരവരുടെ സഭയാണ് വലുത്. ആ ചിന്തയ്ക്ക് മാറ്റം വരുത്തുവാൻ ഞാൻ മുതിരുന്നില്ല. അവരോട് ചിന്തിക്കുക. ഞാൻ പറഞ്ഞത്, കർത്താവിനെക്കാട്ടിലും സ്ഥാനം സഭയ്ക്കും അവരവരുടെ കൂട്ടായ്മയ്ക്കും അവരവരുടെ പല പല കാര്യങ്ങൾക്കുമാണ്. ഓർക്കണം, ഇന്ന് രാത്രി ആർക്കാണ് മുൻസ്ഥാനം? ഒരു ജാതീയ രാജാവ് വിളിച്ചു പറയുകയാണ് അത്യുന്നതനായ ദൈവം, സകലത്തിന്റെയും മുകളിലുള്ള ഒരു ദൈവം. അതുകൊണ്ട് ഞാനും നിങ്ങളും വിളിക്കുന്ന വിശ്വസിക്കുന്ന ദൈവം അത്യുന്നതനാണ്, സകലവും നിർവഹിക്കുന്ന ദൈവമാണ് എന്ന് ഇന്ന് രാത്രി നാം വിശ്വസിച്ച് ഉറച്ചുകൊണ്ട് നമ്മുടെ കാഴ്ചയുടെ മുമ്പോട്ട് വെക്കണം. മാത്രമല്ല, എനിക്ക് ചേർത്ത് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. ഈ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം സിംഹക്കൂട്ടിന്ന് തീച്ചൂളേന്ന് വന്ന ഒരു കഥയാക്കി കളയരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കണം. ഈ ദൈവം നിന്റെ ഇന്നത്തെ പ്രശ്നം,
നിന്റെ ഇന്നത്തെ ക്രൈസിസ്, നിന്റെ ഇഷ്യൂസ്, നിന്റെ ഫ്രസ്ട്രേഷൻ, നിന്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും മുകളിലുള്ളവനാണ്. അതാണ് എൽ ഷഡായ്. എൽ ഷഡായ് അവന് സകല പ്രശ്നങ്ങളുടെയും മുകളിലുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ തലമുറയെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഒതുങ്ങും. പിള്ളേര് കാം ഡൗൺ ആകും, കൂൾ ഡൗൺ ആകും. ഇന്ന് പിള്ളേരുടെ തല, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഭാഗം വായിച്ചോണ്ടേ ചിന്തിക്കുകയാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ പിള്ളേരുടെ പലരുടെയും, ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, എങ്കിലും ഒരു 80% പിള്ളേരുടെയും തല നെബൂഖദ്നേസറിന്റെ തല പോലെ ചിത്തഭ്രമം പിടിച്ചിരിക്കുകയാണ്. അതിനകത്ത് നിന്ന് മാറി ഒരു ദൈവകൃപയിലേക്കും അത്യുന്നതനായ ദൈവത്തെയും കാണുവാനായിട്ട് കഴിയണം. അതിന്റെ കാരണ സഹിതം നാം കുഞ്ഞുങ്ങളെ വചനത്തിൽ കൂടെ ഉറപ്പിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. നാം വായിക്കുന്നു, താഴോട്ട് 26-ാം വാക്യം പഠിക്കുമ്പോൾ, രാജാവ് കൽപ്പിച്ചപ്പോൾ അവർ പുറത്തു വന്നു. രാജാവ് കൽപ്പിച്ചപ്പോൾ പുറത്തു വന്നു. ഇത് എന്നെ നിർത്തി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അതുവരെ ഇവർ അനങ്ങിയില്ല. ഓർക്കണം, തീയുടെ പുറത്തു നിന്നുകൊണ്ട് വാതിക്കൽ അടുത്ത് എന്ന് രാജാവ് വിളിച്ചു പറഞ്ഞു. തീക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ വായിച്ചത്. ഇവർ അകത്ത് ഇത് കേട്ടു. എന്നിട്ട് അത് കഴിഞ്ഞാണ് ഇവർ തിരിച്ചു വരുന്നത്. അതായത് രാജാവ് കൽപ്പിക്കുന്നത് വരെ ഇവർ കെട്ടഴിഞ്ഞ് തീയിൽ കൂടെ നടന്നുകൊണ്ടിരുന്നു, പുറത്തിറങ്ങിയില്ല. എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ കാരണം? ഒന്ന്, നമുക്ക് മാനുഷികമായിട്ട് മനസ്സിലാക്കാവുന്നതും ആ ഭാഗത്തുനിന്ന് പഠിക്കാവുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ശരിക്കും പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റാതെ ജീവിക്കുന്ന നഗ്ന സത്യമായി നടന്ന ഒരു അത്ഭുതമാണെങ്കിൽ പോലും ഇവർ സ്വയം പുറത്തിറങ്ങി വന്നാൽ ഒരു പക്ഷേ രാജാവ് വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയോ വീണ്ടും തീച്ചൂളയ്ക്കകത്ത് ഇടുവാനോ സാധ്യതയുണ്ട്. സ്വർഗത്തിലെ ദൈവം പൊട്ടനും ഭോഷനും അല്ല ദൈവമക്കളെ. ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സമയത്ത് വിവേകത്തെ കൊടുക്കുന്ന ദൈവമാണ്, പരിജ്ഞാനത്തെ കൊടുക്കുന്ന ദൈവമാണ്. ഞാൻ വേദനയോട് പറയട്ടെ, 2020 ക്രൈസ്തവ സമൂഹത്തിന് ഇല്ലാത്ത ഒരു കാര്യമാണ് വിവേകവും പരിജ്ഞാനവും. ഇത് രണ്ടുമില്ല. വളരെ ഗൗരവതയോടെ ഓർക്കണം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ നാളുകളിൽ ദൈവമക്കൾ അത് പ്രാർത്ഥിച്ച് നേടണം. ഈവൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും വിവേകവും പരിജ്ഞാനവും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു പാട്ട് തുടങ്ങാൻ പോലും, എന്തിന് ഒരു കൂട്ടായ്മ നടത്താൻ പോലും പലപ്പോഴും നമ്മൾ പരിജ്ഞാനത്തിനപ്പുറമാണ്. ഇവർ വിവേകത്തോടും പരിജ്ഞാനത്തോടും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇട്ട രാജാവിനെ കൊണ്ട് തന്നെ പുറത്തിറക്കിക്കുക എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. മനസ്സിലായോ? ഏത് രാജാവ് ഇട്ടുവോ ആ രാജാവ് തന്നെ പുറത്തിറക്കണമെന്ന് തമ്പുരാൻ പദ്ധതി ഇട്ട് വെച്ചിരിക്കുന്ന, അതിനെ മാനുഷികമായിട്ട് മാറ്റുവാനൊന്നും ആരെ കൊണ്ടും കഴിയുകയില്ല. അപ്പോൾ അതുവരെ രാജാവിന്റെ കൽപ്പന വരെ ഇവരകത്ത് തന്നെ ആയിരുന്നു. ഇട്ടയാളിനെ കൊണ്ട് തന്നെ പുറത്തിറക്കിക്കുക. 3, രാജാവ് ഇറങ്ങുവാൻ കൽപ്പിക്കുന്നത് വരെ. അതാണല്ലോ നമ്മുടെ ചിന്ത. അപ്പോൾ ഓർക്കണം, തീജ്വാല കൊണ്ടുപോയരെ ദഹിപ്പിച്ചു, ക്ഷണത്തിൽ അകത്തു വീണു. രാജാവ് ഇത് കണ്ടു, ഉറപ്പുവരുത്തി. പല പ്രാവശ്യം ഇവര് നടന്നുകൊണ്ടിരിക്കുക, എണ്ണി നോക്കി, 1, 2, 3, വീണ്ടും തെറ്റിയോ, ഞാൻ അങ്ങനെ ഇമാജിൻ ചെയ്യുക. പല പ്രാവശ്യം ഉള്ളിൽ മനക്കണക്കിൽ എണ്ണിയിട്ട് പല പ്രാവശ്യം എണ്ണിപ്പോഴും 4 പേരെ കണ്ടു. അപ്പൊ ടൈം പൊക്കോണ്ടിരിക്കുക. അപ്പൊ മന്ത്രിമാരോട് ചോദിച്ചു. മന്ത്രിമാര് ഉറപ്പുവരുത്തി, അടുക്ക വന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ എന്ന് പറഞ്ഞ പേര് ചൊല്ലി വിളിച്ചു, കൽപ്പന ഇട്ടു. ഇവര് പുറത്തു വന്നു. ഇത്രയും ടൈമിനുള്ളിൽ എത്രയോ പ്രാവശ്യം ഇവർ കത്തിച്ചാമ്പലാകേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ അതായത് എത്ര ദൈർഘ്യം വന്നിട്ടും ഇവർ അകത്ത്, തീക്കകത്ത് 7 മടങ്ങ് വർദ്ധിച്ച ചൂളക്കകത്തായിട്ടും കത്തി ദഹിച്ചില്ല എന്ന്
തെളിയിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒരാഴ്ച ആയിരിക്കത്തില്ല, ഒരു മാസമായിരിക്കത്തില്ല, 6 മാസമായിരിക്കത്തില്ല, ഒരു വർഷം ചില കഷ്ടപ്പാടിന്റെ തീച്ചൂളയിൽ കൂടെ പോയെന്നിരിക്കും കേട്ടോ. അതെ, നമ്മളെ ദഹിപ്പിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവജനം സ്തോത്രത്തോടെ ഈ ദൂതൂടെ ഏറ്റെടുക്കുക ദൈവമക്കളെ. അത് ദൈവം നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിച്ച് മറ്റുള്ളവരെ ചിലത് പഠിപ്പിക്കുവാനാണ്. അതിന് നമ്മളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. അതിന് തമ്പുരാൻ എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആരെങ്കിലും വേദനിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, എനിക്ക് മാത്രം ഇത് വന്നല്ലോ, എന്റെ മകന് വന്നല്ലോ, എന്റെ മകൾക്ക് വന്നല്ലോ, എന്റെ കുടുംബത്തിന് വന്നല്ലോ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും പിറുപിറുക്കുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി അത് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചിട്ട് തമ്പുരാന് നന്ദി പറയണം. ഓ, നീ നിന്റെ പദ്ധതി എന്നിൽ കൂടെ നിറവേറ്റുവാൻ എന്നെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രമപ്പ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി ഇവർ കത്തിച്ചാമ്പലായില്ല എന്ന് തെളിയിപ്പിക്കുവാൻ കാലദൈർഘ്യമെടുത്തു. രാജാവിന്റെ കൽപ്പന വരെ തീച്ചുളക്കകത്തായിട്ടും ഇവർക്ക് ഒന്നും സംഭവിച്ചില്ല. മാത്രമല്ല, ഞാൻ 4ാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ പഠനം അവസാനിപ്പിക്കട്ടെ, സമയത്തിന്റെ പരിമിതി കൊണ്ട്. ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കാനും താല്പര്യപ്പെടുന്നു. കൊട്ടാരത്തിലാണല്ലോ ഇവരുടെ ജോലി. കൊട്ടാരത്തിലും പുറത്തും എവിടെയും രാജകീയ പദവിയിൽ മേൽവസ്ത്രമൊക്കെ ധരിച്ചാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ പുറത്ത് രാജാവിനോടുള്ള സംസർഗത്തെക്കാൾ തീച്ചൂളക്കകത്താണെങ്കിലും ദൈവപുത്രനോടുള്ള സഖിത്വമായിരുന്നു ഇവരുടെ സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പുറത്ത് രാജകീയ പദവിയിൽ ജീവിക്കുന്നതിനേക്കാൾ അകത്ത്, തീച്ചൂളക്കകത്ത് കൂടെ ദൈവപുത്രനോട് ചേർന്നുള്ള സഖിത്വം ഇവർ ആഗ്രഹിക്കുകയും ഇവർ ആസ്വദിക്കുകയും ഇവർ ആരാധിക്കുകയും ചെയ്ത ഒരു ധന്യ നിമിഷങ്ങളായിരുന്നു തീച്ചൂളക്കകം. അതുകൊണ്ടാണ് അത് മറ്റുള്ളവരുടെ മുമ്പാകെ തീച്ചൂളക്കകത്താണെങ്കിലും തങ്ങൾ സേവിക്കുന്ന ദൈവം ഇറങ്ങി വന്നു, വിടുവിച്ചു. തീച്ചൂളക്കകത്ത് ലോങ് ടൈം കിടന്നിട്ടും ഒന്നും സംഭവിച്ചില്ല എന്ന് തെളിയിക്കപ്പെടുവാൻ ദൈവം പദ്ധതിയിട്ടതിനാൽ രാജാവിന്റെ കൽപ്പന പുറത്തിറങ്ങുവാൻ വരുന്നത് വരെ അവർക്ക് ഇതൊന്നും ഏശാതെ, ഇത് ഞങ്ങളുടെ വിഷയമേ അല്ല എന്നുള്ള നിലയിൽ അവർ തീച്ചൂളക്കകത്ത് കണ്ടിന്യൂ ചെയ്തു. ഇന്ന് രാത്രികാലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങൾ സ്വർഗത്തിലെ തമ്പുരാൻ ഒരു പദ്ധതിയുണ്ട്. അത് ചെയ്തെടുക്കുവാൻ നമുക്ക് ദൈവവരങ്ങൾ ഏൽപ്പിക്കാം. സമയത്തിന്റെ പരിമിതി കൊണ്ട് 26ാം വാക്യം കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ദൈവമെങ്കിൽ അടുത്ത ആഴ്ചത്തെ നമ്മുടെ കൺവെൻഷന് ശേഷമുള്ള ആഴ്ച ബാക്കി ഭാഗം പഠിക്കുവാൻ തമ്പുരാൻ നമ്മളെ ഇടയാക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓവർ ടു റോയ് ചായൻ. താങ്ക് യു സന്തോഷ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അവസാനിച്ച് അതിനുശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ലാലി സിസ്റ്ററിന് പ്രാർത്ഥിക്കാമോ? ലാലി സിസ്റ്റർ, ലാലി മാത്യു പ്രാർത്ഥിക്കാം. ലാലി മാത്യുവിന് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്നിട സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെ നീ കാത്തു സൂക്ഷിച്ച വൻകൃപയെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമേ, ഇങ്ങനെയൊക്കെ നീ ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ് ദൈവമേ.
ഞങ്ങൾ ഇതിപ്പം ഓരോ ബൈബിളിലെ വചനങ്ങളും കർത്താവെ അതിൻ്റെ മർമ്മങ്ങളെ വേർതിരിച്ച് തരുവാൻ ദൈവമേ എന്നിട്ട് മക്കൾക്ക് കൊടുക്കുന്ന വലിയ ജ്ഞാനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇതൊക്കെയും ഞങ്ങൾ പഠിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ക്രിയകൾ ചെയ്യുവാൻ ദൈവമേ അതൊക്കെയും പ്രയോജനപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവമേ ഇതൊക്കെയും ഞങ്ങൾ മനസ്സിലാക്കി നിത്യജീവൻ അവകാശികളാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ റോയിച്ചാൻ കൊടുക്കുന്ന കഴിവിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി നീ മാനിച്ച് നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ശത്രുക്ക് മേശക്ക് അഭേദനെ പോലെയുള്ള ആ ഒരു വിശ്വാസം കർത്താവെ നീ ഞങ്ങൾക്കും ഒക്കെ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അവരുടെ ആ ഉറച്ച വിശ്വാസത്തില് ഏത് തീച്ചൂളയിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന് നിൽക്കുവാനുള്ള ഒരു കൃപ കർത്താവെ നീ ഞങ്ങളെയും നടത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവമേ അവരുടെയൊക്കെ വിശ്വാസം ഇത്രത്തോളം അവരെ ബലപ്പെടുത്തി ദൈവമേ. എനിക്ക് അതുപോലെ ഒരു ദൈവം എനിക്ക് ഉണ്ട് എന്നുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടാകുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധിയിലും തളർന്നു പോകാതെ വിശ്വാസം ത്യജിച്ചു പോകാതെ എൻ്റെ ദൈവം എനിക്ക് മതിയാകുന്നവനാകുന്നു. അവൻ എന്നോട് എപ്പോഴും എൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന ദൈവമാകുന്നു. ഏത് പ്രതിസന്ധിയിലും എന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കുവാൻ അപ്പാ നീ ഞങ്ങൾക്കെല്ലാം നീ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡിന്റെ കാലഘട്ടത്തിലും കർത്താവെ പലരും പല വേദനകളിൽ കൂടെയും കടന്നു പോകുന്നുണ്ട് നാഥ. കർത്താവെ ഇതൊക്കെയും നിന്റെ പദ്ധതിയാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഇത് ഞങ്ങളുടെ വിശുദ്ധീകരണമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവെ കൂടുതൽ വിശുദ്ധിയോടെ നിന്റെ അടുത്തേക്ക് വരുവാൻ ദൈവമേ ഞങ്ങളിൽ തന്നെ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇന്ന് ഞങ്ങള് ദൈവമേ ഞങ്ങൾ ഇനിയും ഉറങ്ങുവാൻ പോകുമ്പോൾ കർത്താവെ നിന്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നിടം വരപ്പാ നിന്റെ കൃപയിൽ ഞങ്ങളെല്ലാം കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ക്ലാസ് എടുത്ത സന്തോഷ് ബ്രദറിനെയും ഫാമിലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അനുഗ്രഹിച്ച് മാനിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവസരമാണ്. സംശയങ്ങൾ നമുക്ക് സന്തോഷത്തോടെ ചോദിക്കാം.